ഇന്ന് രാവിലെ ഞാൻ കുറച്ച് നേരത്തെ എണീച്ചിന് കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിൽ അത്ര നേരത്തെ എണീക്കുന്ന ആളല്ല. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ രാവിലത്തെ ചപ്പാത്തി ഞാൻ ഏറ്റ കാരണം എനിക്ക് നേരത്തെ എണീക്കണം വെച്ചാൽ പൊടിയും കണ്ടായിട്ട് നേരത്തെ പോകും. അപ്പോൾ അവർക്ക് അതിന് ബ്രേക്ക്ഫാസ്റ്റ് വേണമല്ലോ. അപ്പോൾ അതിൻ്റെ മുന്നിൽ കുറച്ച് നേരത്തെ എണീച്ചിട്ട് അപ്പോൾ തലേന്ന് നല്ല മഴ പെയ്തതിൻ്റെ ലക്ഷണമൊക്കെ മുറ്റത്ത് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെറ്റും നല്ല ഉറക്കമായിരുന്നു. അവനവിടെ വെച്ചിട്ട് ഞാൻ പോയ സമയത്ത് തന്നെ അവൻ എണീച്ച് പിന്നെ അവൻ്റെ ചെയറും കൊണ്ട് അടുക്കളയിൽ വെച്ച് അവിടെ ഇരുത്തി. പിന്നെ ഞാൻ കുറച്ച് കഷ്ണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളെ കുറുമക്കറിക്ക് വേണ്ടിയുള്ളത് നുറുക്കി കൊടുത്ത് പൊടി അവിടുന്ന് തേങ്ങയും കാര്യങ്ങളൊക്കെ ചിരക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബാക്കി കഷ്ണങ്ങളൊക്കെ നുറുക്കാനുള്ളതും കൂടി ഞാൻ കഴുകി വെക്കുന്നുണ്ട്. അതിനിടയിൽ നമുക്ക് ചപ്പാത്തി കുഴയ്ക്കാനുള്ള വെള്ളമൊക്കെ അവിടെ സെറ്റാക്കി വെച്ചിട്ട് കേട്ടോ. ചൂടുവെള്ളത്തിലാണ് നമ്മളിവിടെ ചപ്പാത്തി കുഴയ്ക്കാം. അപ്പോൾ അതൊക്കെ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നിത്തു അതിൻ്റെ ഇടയിൽ പാത്രം കൊണ്ട് കളിക്കലും താക്കലും ഒക്കെ ഉണ്ട്. പിന്നെ എന്തെന്നാ അവിടെ പരിപാടി എന്നുള്ള നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എൻ്റെ പരിപാടി കൊണ്ട് തുടങ്ങി. ഞാൻ ചപ്പാത്തി കുഴച്ച് ഞാൻ ഈ ഒറ്റക്കൈയിൽ ക്യാമറയും ഒറ്റക്കൈയിൽ ഇതും ചെയ്യുന്നതുകൊണ്ടാണ് ഇമാതിരി കോലം കാണുന്നത് കേട്ടോ. അങ്ങനെ ചപ്പാത്തി കുഴച്ചപ്പോൾ ചെറുതായിട്ടൊരു പണിപാളി, ചെറുതായിട്ടൊന്ന് വെള്ളം കൂടി കേട്ടോ. ചെറുതായിട്ടൊന്ന് വെള്ളം കൂടി. പിന്നെ അച്ഛൻ വന്ന് അതൊന്ന് സെറ്റാക്കി തന്ന് പിന്നെ പൊടിയൊക്കെ ഇതാക്കി. എനിക്ക് എത്ര പൊടി ഇട്ടാലും അങ്ങോട്ട് സെറ്റാവുമല്ലോ കേട്ടോ. എവിടെ പോകുമെന്ന് എനിക്കറിയില്ല. പിന്നെ അച്ഛൻ വന്നൊക്കെ സെറ്റാക്കി തന്ന് ബോളൊക്കെ ആക്കി അവിടെ വെച്ച്. പിന്നെ ഞാൻ ചപ്പാത്തി പരത്തുന്നൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഫുൾ ഫാസ്റ്റ് ആയിരുന്നു. പിന്നെ ചിലവർക്ക് വേഗം പോകണം. പിന്നെ ഫുൾ അങ്ങനെ ആക്കിയിരുന്നു. പിന്നെ ഞാൻ ഏകദേശം അവർക്കുള്ള ചുട്ടാടെ വെച്ചിട്ട് അവർക്കില്ല, ഏട്ടൻ കഴിക്കലില്ല, പൊടിക്ക് മാത്രം മതി കേട്ടോ. ഏട്ടൻ രാവിലെ ഇങ്ങനത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കില്ല. ഓന് പാല് അമൃതപ്പൊടി മുട്ട പഴം അതൊക്കെ തന്നെ കഴിക്കണം കേട്ടോ. അങ്ങനെ അവിടെ അമ്മ കുറുമക്കറിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ദോശയല്ല നമ്മുടെ ചപ്പാത്തി റെഡിയാക്കി വെച്ച് കൊലായിൽ അവർ പൊടിയും കണ്ടിട്ടും പോയി. അവർക്കൊന്ന് ഭയം കൊടുത്ത് അവരെ പോയതൊക്കെ എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതാ പതിവ് പോലെ നിത്തു അച്ഛൻ്റെ കയ്യിലുണ്ട്. അക്കു കിടന്നുറങ്ങുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവരൊക്കെ ഇതാക്കിയതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാൻ അങ്ങോട്ട് ഇരുന്ന് നല്ല ചപ്പാത്തിയും കുറുമക്കറിയും ചായയൊക്കെ ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അമ്മേൻ്റെ ഈ കുറുമക്കറിയും. അപ്പം അതൊക്കെ കൂട്ടി അങ്ങോട്ട് കഴിക്കുന്നതിൻ്റെ ഇടയിൽ നിത്തു അവിടെ ഇരുത്തി കേട്ടോ. നിത്തു അക്കും ആ സമയത്തും ഓർക്കായി. ഞങ്ങൾ ചായ കുടിക്കുന്നതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് അവൾ എണീച്ച് വരും. എന്താ അറിയില്ല, ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഇവരെപ്പോൾ ഉറങ്ങുകയാണെങ്കിലും എണീച്ച് വരും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കുക. അച്ഛൻ ഇങ്ങനെ മുറിച്ചിട്ടാലാണ് നല്ലൊരു പെട്ടെന്ന് നമുക്ക് പണി തീരുന്നു പറഞ്ഞിട്ട് മുറിച്ചിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ ചായ കുടിക്കുന്നുണ്ട്. നിത്തു അവിടുന്ന് കഷ്ടപ്പെടുകയാണ്. അവൻ്റെ ആ ബെൽറ്റ് ഇടാൻ വേണ്ടി. അവൻ ഓൾറെഡി ബെൽറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കൂടെ ഒരു ബെൽറ്റും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് അവനെ ഇടണം. അപ്പോൾ അതിങ്ങനെ ഇടാൻ നോക്കുകയാണ്. കഷ്ടപ്പാടാണ്. നല്ലോണം നോക്കി ഇടുന്നുണ്ട്, പക്ഷേ ഇടൂല കേട്ടോ. പിന്നെ ഞങ്ങൾ എന്തെല്ലോ കഥയും പറഞ്ഞിട്ട് ചായ കുടിക്കട്ടെ. എന്താ പറയുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. എന്തെല്ലോ പരദൂഷണമാവാം. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് പാത്രം കഴുകാൻ പോയപ്പോഴാണ് ഒരു തെറ്റൽ പറ്റിയത്. പുതിയ ഗ്ലാസ് ആയിരുന്നു അതിൻ്റെ കയ്യിൽ നിലത്ത് വീണ്. അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായത് പൊട്ടിപ്പോയിട്ടോ. അയ്യോ അമ്മ കാണണ്ട, ഇത് പുതിയ ഗ്ലാസ് അപ്പം എടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാനത് കാണാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഇതുവരെ ഈ വീഡിയോ കാണുന്നവരെ അവർ ഈ പൊട്ടിയതറിയില്ല. വീഡിയോ കണ്ടാൽ ബാക്കി എനിക്ക് കേൾക്കാം. ഒരു പൂച്ച മുന്നിൽ വന്നതാണ് സംഭവം. ആ പൂച്ച ഇവിടെ കയറാൻ നോക്കലും ഞാൻ അതിനെ കണ്ട് ഞെട്ടിപ്പോയി എൻ്റെ കയ്യിൽ നിന്ന് വീണതാണ്. പിന്നെ ഫുൾ നിത്തുവിൻ്റെ അക്കുവിൻ്റെ പ്ലേ ടൈം കേട്ടോ. അക്കു അതിൻ്റെ ഇടയിൽ എണീച്ചു. ഞാൻ പറഞ്ഞ ചായ കുടിക്കുന്ന സമയത്ത് അവൾ എണീച്ച് വന്നിട്ടുണ്ട്. പിന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കളിക്കലും താക്കലോ. പിന്നെ ഇവരെ മെയിൻ കളീൻ്റെ ആൾ പറഞ്ഞാൽ അച്ഛനാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ഈ നിത്തു ഇങ്ങനെ അച്ഛനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന വെച്ചാൽ അച്ഛൻ ഷർട്ട് ഇട്ടാൽ അവനെ അറിയാം എങ്ങോട്ടോ പോകുന്നുണ്ട്. സംഭവം ഇന്ന് ഷർട്ട് ഇട്ട് അതുകൊണ്ടൊന്നല്ല, അച്ഛൻ നല്ല തണുക്കുന്നുണ്ട്. അത്യാവശ്യം മഴയൊക്കെ പെയ്തോണ്ട് ചെറിയ തണുപ്പൊക്കെ വരുന്നുണ്ട്. പക്ഷെ തണുക്കുന്ന പറഞ്ഞ് ഷർട്ട് ഇട്ടതായിരുന്നു. പക്ഷെ അവൻ്റെ വിചാരം അച്ഛൻ എങ്ങോട്ടോ പോകാൻ ഇങ്ങനെ ഷർട്ട് ഇട്ട് നിൽക്കണം. സാധാരണ അച്ഛൻ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഷർട്ടൊന്നും അധികം ഇടലില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഈ പാട്ടും ഡാൻസും കാര്യങ്ങളും കേട്ടോ. അവരിതാ ഈ സംഭവത്തിൻ്റെ പേരെനിക്കാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ രണ്ടാളും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്നിട്ട് ഇങ്ങനെ കളിക്കും. നിത്തുവിൻ്റെ ഡാൻസ് അതാണ്, അക്കുവിൻ്റെ ഡാൻസ് കയ്യോണ്ട് അങ്ങനെയുള്ള കളി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി. അതിൻ്റെ ഇടയിൽ ഇവർക്ക് ഫുഡും കൊടുത്തിട്ട് ചപ്പാത്തി ഉണ്ടായിരുന്നു. പിന്നെ അവർക്ക് കുറുക്കും കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് അങ്ങനെ വന്നു. പിന്നെ വേറെ പരിപാടി